പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ മന്ത്രിസഭാ രൂപീകരണവും സംഘടനാ തലത്തിലെ മാറ്റങ്ങളും. ഈ രണ്ട് ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് ബി.ജെ.പിയിൽ യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. കേന്ദ്ര നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അതിൽ ബി.ജെ.പിയുടെ യോഗങ്ങൾ നടക്കുന്നത് അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ വീട് കേന്ദ്രീകരിച്ചാണ്. യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രഥമ പരിഗണന എന്ന് പറയുന്നത് സഖ്യകക്ഷികളുടെ TDP, JDU അടക്കമുള്ള കക്ഷികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അത് പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതിൻ്റെ പിന്നാലെ തന്നെ സംഘടനാ തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ചും ജൂണിൽ കാലാവധി പൂർത്തിയാക്കുന്ന ജെ.പി. നദ്ദ BJP അധ്യക്ഷന് പകരം ആരെ സംഘടനാ ചുമതലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളടക്കമാണിപ്പോൾ രാജ്നാഥ് സിംഗും അമിത്ഷായും ജെ.പി. നദ്ദയും അതുപോലെ തന്നെ BL സന്തോഷ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. TDPയുടെ ആവശ്യമെന്ന് പറയുന്നത് ഒന്ന് ലോക്സഭാ സ്പീക്കർ സ്ഥാനമാണ്. കൂടാതെ 3 ക്യാബിനറ്റ് മന്ത്രി പദം, 2 സഹമന്ത്രിമാർ, അതിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വേണമെന്നുള്ള കാര്യം, ഒരു മന്ത്രിസഭ ധനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ സ്ഥാനം വേണമെന്നുള്ള കാര്യം. JDU ഏറെക്കുറെ ഇതേ കാര്യം തന്നെ ആവശ്യപ്പെടുന്നത്. 2 ക്യാബിനറ്റ് മന്ത്രി പദം, 2 സഹമന്ത്രി പദം, മാത്രമല്ല ഒരു പൊതു മിനിമം എന്നുള്ള കാര്യം കൂടി എല്ലാ സഖ്യകക്ഷികളും ആവശ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന ചില നയങ്ങൾ, ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ കാര്യങ്ങളിലെ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നത് ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും BJP ഒഴികെ മറ്റ് ഘടകകക്ഷികൾക്ക് ഇതിൽ വിരുദ്ധ അഭിപ്രായമാണ് എന്നുള്ള കാര്യം നിലനിൽക്കെ നിലവിൽ നടന്ന യോഗങ്ങളിലൊന്നും തന്നെ TDP അവരുടെ ഒരു ആവശ്യം BJPക്ക് മുന്നിൽ ഔദ്യോഗികമായി വെച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. ആദ്യം BJP തങ്ങൾക്ക് എന്ത് തരുമെന്നുള്ള കാര്യം പരിശോധിച്ച് പിന്നീടായിരിക്കും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക. മാത്രമല്ല അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മാത്രം മന്ത്രിസഭയിലേക്ക് അതല്ലെങ്കിൽ പുറത്ത് നിന്നുകൊണ്ട് പിന്തുണയ്ക്കാമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ TDP കടക്കുന്നത്. മാത്രമല്ല JDUവും റെയിൽവേ മന്ത്രി സ്ഥാനമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. പക്ഷേ BJPയുടെ ഒരു അവകാശവാദം, അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് കൊടുക്കില്ല, മറിച്ച് റെയിൽവേ, പ്രതിരോധം, IT, നിയമം, ധനകാര്യം, ആഭ്യന്തരം അടക്കമുള്ള മന്ത്രിസ്ഥാനങ്ങൾ, ഈ വകുപ്പുകളെല്ലാം തന്നെ BJP നിലനിർത്തുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി അവരുടെ ഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലടക്കമാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ വളരെ വലിയൊരു യോഗം, NDA ഘടകകക്ഷികളുടെ എല്ലാം തന്നെ ഒരു MP-മാരുടെ യോഗമായിരിക്കും ഡൽഹിയിൽ ചേരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി അടക്കം നേതാക്കൾ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് യോഗി ആദിത്യനാഥിനെയും അതുപോലെ തന്നെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും UPയിൽ BJPക്ക് ഏറ്റ കനത്ത തിരിച്ചടി പരിശോധിക്കും. ഒപ്പം തന്നെ സംഘടനാ തലത്തിലൊരു മാറ്റമുണ്ടായാൽ ശിവരാജ് ചൗഹാനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളടക്കം പരിഗണിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ജൂൺ 8-ാം തീയതി സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യം എത്രത്തോളം സാധ്യമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പരിശോധിക്കുകയാണ്. കാരണം സുരക്ഷാ തലത്തിലുണ്ടായ യോഗത്തിലടക്കം വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നുണ്ട്. എന്തായാലും പിന്തുണ കത്ത്, സഖ്യകക്ഷികളുടെ പിന്തുണ കത്ത് നാളെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രാഷ്ട്രപതിക്ക് കൈമാറുമെന്നുള്ളതാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ചകൾ, ആ നീക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. തകൃതിയായി തന്നെ വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ എന്ന് സത്യപ്രതിജ്ഞ ഉണ്ടാകും, പ്രത്യേകിച്ചും ജൂൺ 10-ാം തീയതി ഒഡീഷയിൽ BJP സർക്കാർ അധികാരത്തിൽ ഏൽക്കുമെന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ കേന്ദ്രത്തിൽ NDA സർക്കാർ രൂപീകരിക്കും. അതിനുശേഷമായിരിക്കും TDPയുടെയും മന്ത്രിസഭാ രൂപീകരണം ജൂൺ 12-ന് ആന്ധ്രയിൽ വെച്ച് നടക്കുക.